ഹായ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ ക്ലാസ്. ഇന്ന് നമ്മൾ പ്രപ്പോസിഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്രപ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് അതിനു മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഒരു ക്ലാസ് PSC-കാർക്കും ആപ്ലിക്കബിൾ ആണ്. മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് അതിനകത്തൊരു സബ്ജക്റ്റ് ആണെങ്കിൽ, ജനറൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഒരു ലെസൺ നിങ്ങൾക്കും പ്രയോജനപ്പെടും. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക്, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ലെസൺ ആണിത്. ആൻഡ് സ്കൂൾ സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസ്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒരു ലെസൺ ആയിട്ടുണ്ട് എങ്കിൽ then this is a lesson for you. So let us see എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ടേബിൾ ഓഫ് കോntents ഇതാണ്. നമുക്ക് ആദ്യം തന്നെ വി വിൽ ചെക്ക് യുവർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ചെക്ക് യുവർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പം എന്തുമാത്രം നിങ്ങൾക്ക് പ്രിപ്പോസിഷൻസിൽ അറിയാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ പ്രോബബ്ലി ഓരോ ആൻസേഴ്സും നോക്കി പോകുന്ന അനുസരിച്ച് എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിച്ചു എന്നുള്ളതിന്റെ ഒരു സ്കോറും കൂടെ നിങ്ങൾ വെക്കുക. അതിന് ഒരു കാരണമുണ്ട്. അത് ഞാൻ ഈ ഒരു ചെക്ക് യുവർ അണ്ടർസ്റ്റാൻഡിങ് ആക്ടിവിറ്റിയുടെ എൻഡിൽ പറയാം എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം. എന്നിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിപ്പോസിഷൻസ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്. വാട്ട് ആർ ഡബിൾ പ്രിപ്പോസിഷൻസ്, പ്രിപ്പോസിഷണൽ ഫ്രേസസ് എന്താണ്, അഡ്വേർബിയൽ പ്രിപ്പോസിഷൻസ് എന്താണ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് പ്രിപ്പോസിഷൻസ്, ഫ്രേസൽ പ്രിപ്പോസിഷൻസ്. അപ്പോൾ ഈ പ്രിപ്പോസിഷൻസ് എന്താണെന്നും അത് എന്തിനു നമ്മൾ ഉപയോഗിക്കണമെന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതിലേക്ക് ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തുന്നത് എന്നൊക്കെയുള്ള ആ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ബിഗിൻ. ആദ്യം തന്നെ ലെറ്റ്സ് ചെക്ക് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഓൾറൈറ്റ്, സോ ഹിയർ വി ഗോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ സാറ്റ് ഡാഷ് ദി ആം ചെയർ. അപ്പോ ഷീ സാറ്റ് ഇൻ ദ ആം ചെയർ ആണോ, ഓൺ ദി ആം ചെയർ ആണോ, എബവ് ദി ആം ചെയർ ആണോ, ഓവർ ദി ആം ചെയർ ആണോ? ഒരു കണക്കിന് നോക്കിയാൽ നമുക്ക് ഇതില് ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഷീ സാറ്റ് ഇൻ ദ ആം ചെയർ, ആം ചെയറിൽ ഇരുന്നു. ഷീ സാറ്റ് ഓൺ ദ ആം ചെയർ, ആം ചെയറിന്റെ പുറത്ത് കയറിയിരുന്നു. ഒരു പക്ഷെ ആം ചെയറിനെ കമത്തി വെച്ചിട്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അബവ് ദി ആം ചെയർ, ആം ചെയറിൽ ഇരുന്നില്ല, പക്ഷെ ആം ചെയറിന്റെ മുകളിൽ, അതായത് അതിന്റെ മുകളിൽ നമ്മൾ തൂങ്ങി നിൽക്കുന്നത് പോലെ ആം ചെയറിൽ തൊടാതെ നമ്മൾ ഇരുന്നു എന്ന് അർത്ഥം വരും. ഓവർ ദി ആം ചെയർ. ഓക്കെ, ഓവർ ദ ആം ചെയർ നമുക്ക് ഇരിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഒരു പക്ഷെ ഓവർ ദ ആം ചെയർ എന്ന് പറഞ്ഞാലും ആം ചെയറിന്റെ മുകളിലൂടെ ഇരുന്നു എന്നുള്ളതാണ് ശരിക്കും അതിന് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ എബവ് ആൻഡ് ഓവർ പറയുമ്പോൾ ആം ചെയറിൽ നമ്മൾ തൊടില്ല. അപ്പൊ ലോജിക്കലി നോക്കിയാല് ഓണും എബവും ഓവറും ആ ഒരു ലോജിക്കലി അത് ആപ്ലിക്കബിൾ ആകത്തില്ല. കാരണം ആ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ ഇവിടെ ഇൻ ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഷീ സാറ്റ് ഇൻ ദ ആം ചെയർ. അപ്പൊ എന്തുകൊണ്ട് ഇൻ ദ ആം ചെയർ? ആം ചെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൈ ഒക്കെ വെക്കാൻ പാകത്തിനുള്ള ആ ഒരു കസേര. അപ്പൊ അതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ അങ്ങിരിക്കുന്നത്, നമുക്ക് കൈ വെക്കാൻ. അതിന്റെ ഉള്ളിൽ പോയി ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന് ഇൻ ദ ആം ചെയർ എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ബെഞ്ചിലാണ് ഇരിക്കുന്നതെങ്കിൽ ഓൺ ദ ബെഞ്ച് എന്ന് പറയും, ചെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ ഓൺ ദ ചെയർ എന്ന് പറയും. ഈ ആം റെസ്റ്റ് ഇല്ലാത്ത ചെയറിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഷീല മെറ്റ് ഹർ ഡാഷ് ഹർ അങ്കിൾസ് ഹോം. അപ്പോ ഷീല മെറ്റ് ഹർ, ഷീല ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു, ഡാഷ് ഹർ അങ്കിൾസ് ഹോം. ഷീല ഇവരെ കണ്ടുമുട്ടിയത് എന്താ പറയേണ്ടത്, ഷീലയുടെ അങ്കിളിന്റെ വീട്ടിൽ വെച്ചു എന്നുള്ളത്. അപ്പൊ അവിടെ ഇൻ ആണോ, ഓൺ ആണോ, ആറ്റ് ആണോ, ബിഫോർ ആണോ? ഞാൻ ഈ പറഞ്ഞതുപോലെ ലോജിക്കലി നമുക്ക് നോക്കിയാൽ ഏതാണ് ആപ്ലിക്കബിൾ ആയിട്ട് നമുക്ക് വരിക എന്ന് വേണം എടുക്കാൻ. ഇതിൽ ഏത് പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്താലും സെന്റൻസ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ ഈ പ്രിപ്പോസിഷന് ഒരു ലോജിക് അവിടെ വരണം. അപ്പോ അങ്കിളിന്റെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടി എന്നാണ് പറയുന്നത്. ലോജിക്കലി ആറ്റ് ഇസ് വാട്ട് വി ഹാവ് ടു യൂസ് ഹിയർ. അപ്പോ ആറ്റ് ആണ്. ഇൻ അങ്കിളുടെ വീട്ടിന്റെ അകത്ത് വെച്ച് എന്ന് നമ്മൾ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ. ഓൺ അങ്കിളുടെ വീട്ടിന്റെ റൂഫിൽ വെച്ചിട്ട്. അറ്റ് അങ്കിളിന്റെ വീട്ടിൽ എന്ന അർത്ഥം ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് ഇതാണ്. ബിഫോർ ഹർ അങ്കിൾസ് ഹൗസ് എന്നും പറയാം, അങ്കിളുടെ വീട് എത്തുന്നതിന് മുന്നേ കണ്ടുമുട്ടി എന്നും പറയാം. ബട്ട് ഏറ്റവും ലോജിക്കലായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ആറ്റ് തന്നെയാണ്. ലുക്ക് അറ്റ് ദിസ് വൺ. ഹി ഈസ് ambitious dash fame. Is it off, about, on or in? അപ്പൊ ഫെയിം ആകണം, ഫേമസ് ആകണം എന്ന ഒരു ambition ഉള്ള വ്യക്തിയാണ് ആ വ്യക്തി. സോ വാട്ട് ഡു വി യൂസ് ഹിയർ? സോ ഹി ഈസ് ambitious in fame. അപ്പൊ ഇവിടെ ഓഫ് ഫെയിം അല്ല. ഓഫ് ഫെയിമും അബൌട്ട് ഫെയിമും പറഞ്ഞാല് ഫെയിം എന്നുള്ളതിനെ കുറിച്ച്
ഒരു എന്താ പറയേണ്ടത് അംബിഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഫെയിമിനെ കുറിച്ച് നമുക്ക് ഫേമസ് ആകാൻ ഒരു അംബിഷൻ നമുക്ക് ഉണ്ടാകാം. അതുകൊണ്ടാണ് അംബിഷൻ ഇൻ ഫെയിം എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഡു ദേ ഒബ്ജെക്ട്? അപ്പോ ഇസ് ഇറ്റ് വാട്ട് ഡു ദേ ഒബ്ജെക്ട് ഫ്രോം, ടു, അബൌട്ട്, അലോങ്? വാട്ട് യു തിങ്ക് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഹിയർ? ഞാൻ ഇതുവരെ പറഞ്ഞ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നോക്കുക, ചിന്തിക്കുക, ആൻഡ് ഓരോ കറക്റ്റ് ആൻസേഴ്സും ഒന്ന് മാർക്ക് ചെയ്തും കൂടെ പോകണം. See here, what do they object to? അതാണ് നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ കിട്ടുക. Now, the sack was filled with cement. Sorry, filled with cement എന്ന് ഞാൻ ഓൾറെഡി അങ്ങ് പറഞ്ഞു. അപ്പൊ ഇവിടെ with ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. by അല്ല, in അല്ല, into അല്ല. The sack was filled with cement. Right. Next one. I live dash my parents. With my parents ആണോ, on my parents ആണോ, along my parents ആണോ, by my parents ആണോ? നമുക്കിതെല്ലാം ഏകദേശം ഉപയോഗിച്ചാൽ ഓരോ അർത്ഥങ്ങൾ വരുന്നതാണ്. പക്ഷെ ഈ 4 ഓപ്ഷൻസിലും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടും നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അർത്ഥം, യാ ഐ ലിവ് വിത്ത് മൈ പേരൻസ്, ഞാൻ എൻ്റെ പേരൻസിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. ഐ ലിവ് ഓൺ മൈ പേരൻസ്, എൻ്റെ പേരൻസിന്റെ ചെലവിലാണ് ഞാൻ കഴിയുന്നത്. ഐ ലിവ് എലോങ്, അപ്പൊ എലോങ് എന്ന് ഉപയോഗിച്ചാൽ വിത്തും കൂടെ വേണം. ഓക്കെ. ആൻഡ് ഐ ലിവ് ബൈ മൈ പേരൻസ്, പേരൻസിന്റെ അടുത്ത് എവിടെയോ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ ആ ഒരു അർത്ഥം വരുന്നത്. നെക്സ്റ്റ് വൺ, ഹി ഈസ് ഡാഷ് എ റേജ്. അപ്പോ ഓൺ എ റേജ് ആണോ, ഓഫ് എ റേജ് ആണോ, ഫോർ റേജ് ആണോ, ഇൻ റേജ് ആണോ? ഹി ഈസ് ഡാഷ് എ റേജ്. വെൽ ദി ആൻസർ ഇസ് ഹി ഈസ് ഇൻ എ റേജ്. അപ്പൊ റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ആങ്കർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ, അല്ലെങ്കിൽ ദേഷ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഹീസ് ഇൻ ഇറ്റ്, ഹീസ് ബീൻ കംപ്ലീറ്റ്ലി എൻകംപസ്ഡ് ബൈ റേജ് എന്ന് നമ്മൾ ഇതിനകത്ത് കണക്കാക്കണം. Look at the next one. She is good dash singing. In singing ആണോ, at singing ആണോ, for singing ആണോ, of singing ആണോ? What do you think is the right answer? Well, ഇവിടെ good at singing. Next one, they walked dash the road very carefully. What do you think is the right answer here? They walked dash the road very carefully. By, in, across, for. ഇവിടെ നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് they walked across the road very carefully. They walked by the road very carefully എന്ന് പറയാം. റോഡിന്റെ സൈഡിലൂടെ അവർ നടന്നു. They walked in the road. Well, in the road appropriate അല്ല, അവിടെ on the road എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, റോഡിലൂടെ നടന്നു എന്നുള്ളത്. അപ്പൊ ഈ 4 ഓപ്ഷൻസിൽ നമ്മൾ നോക്കിയാൽ across is the most appropriate answer here. അടുത്തത്, he died dash cancer. Is it on cancer, off cancer, in cancer, to cancer? Well, the answer out here is he died of cancer. ക്യാൻസറാൽ മരണപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് നമുക്ക് വരേണ്ടത്. ഈ 4 എണ്ണത്തിലെ ഏത് സെന്റൻസ് ആണ് കറക്റ്റ്? വിച്ച് ഈസ് ദ കറക്റ്റ് സെന്റൻസ്? So, I have an exam on this week. I have an exam in this week. I have an exam this week. അതോ ഇത് 4ഉം കറക്റ്റ് ആണോ? നമ്മൾ ഒരുപാട് പേര് പറയുന്നത് കേൾക്കും, ഐ ഹാവ് എൻ എക്സാം ഓൺ ദിസ് വീക്ക്, ഐ ഹാവ് എൻ എക്സാം ഇൻ ദിസ് വീക്ക്. ആ ഓപ്ഷൻസ് രണ്ടും ആക്ച്വലി തെറ്റാണ്. ഐ ഹാവ് എൻ എക്സാം ദിസ് വീക്ക് എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. അപ്പൊ ദിസ് വീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആഴ്ച എന്നുള്ളതാണ്. അപ്പൊ ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച എന്ന് പറയുമ്പം 7 days ആണ്. ഈ 7 days തീർന്നിട്ടില്ല. വി ആർ ഓൾറെഡി ഇൻ ദ വീക്ക്. ആ വീക്കിൽ, ആ ഒരു ടൈം പീരിയഡിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ പ്രിപ്പോസിഷൻ വേണ്ട എന്നുള്ളതാണ്. റൈറ്റ്. ഈ 4 എണ്ണത്തിൽ ഏത് സെന്റൻസ് ആണ് കറക്റ്റ്? ഇൻ ഈച്ച് ടൈം വി മീറ്റ് ഹി ആസ്ക്സ് ഫോർ യു. ഓൺ ഈച്ച് ടൈം വി മീറ്റ് ഹി ആസ്ക്സ് ഫോർ യു. ഈച്ച് ടൈം വി മീറ്റ് ഹി ആസ്ക്സ് ഫോർ യു. അതോ ഇത് 3ഉം കറക്റ്റ് ആണോ എന്നുള്ളതാണ്. വെൽ, ഇതിന്റെ റൈറ്റ് ആൻസർ ഈസ് ഈച്ച് ടൈം വി മീറ്റ് ഹി ആസ്ക്സ് ഫോർ യു. അപ്പോ ഇവിടെയും നമുക്ക് പ്രിപ്പോസിഷൻ വേണ്ട. അപ്പൊ ഈ ഈച്ച് ടൈം വി മീറ്റ് എന്ന് പറയുന്നത് ഇസ് അഗെയിൻ എ കണ്ടിന്യൂസ് പീരിയഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ തവണ നമ്മൾ കണ്ടുമുട്ടുമ്പോഴും ഹീസ് ആസ്കിങ് അബൌട്ട് യു. അപ്പൊ അതാണ് അവിടെ നമുക്ക് ഇൻ ഈച്ച് ടൈം വേണ്ട, ഓൺ ഈച്ച് ടൈം വേണ്ട. പ്രിപ്പോസിഷന്റെ ആവശ്യം ആ ഒരു സെന്റൻസിൽ ആ ഈച്ച് ടൈമിനെ കാണിക്കുന്നതിന് നമുക്ക് പ്രിപ്പോസിഷൻ വേണ്ട. നെക്സ്റ്റ് വൺ, ഇതിലേതാണ് കറക്റ്റ്? ഷീ ലെഫ്റ്റ് ഫോർ ബാംഗ്ലൂർ ഇൻ യെസ്റ്റർഡേ. She left for Bangalore on yesterday. She left for Bangalore yesterday. Or are all these correct? Well, ഇവിടെയും നമുക്ക് പ്രിപ്പോസിഷന്റെ ആവശ്യമില്ല. She left for Bangalore yesterday.
ആൻഡ് അവിടെ ആ ഇൻ ഓൺ യെസ്റ്റർഡേയുടെ കൂടെ നമുക്ക് വേണ്ട എന്നുള്ളതാണ് അവിടെ ഞാൻ ഉദ്ദേശിച്ചത്. Now, which is the correct sentence? Do you work in, did you work in last week? Did you work last week? Did you work on last week? Or are all correct? Well, the correct one is, did you work last week? By now, you understood already, അല്ലേ? അപ്പൊ ഈ this week, last week, yesterday, today, tomorrow എന്നൊക്കെ പറയുന്നതിനൊന്നും നമുക്ക് preposition വേണ്ട എന്നുള്ളത് മനസ്സിലായല്ലോ. Look at this one. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഒരുപാട് പരസ്യങ്ങളിൽ വരെ ഞാൻ കണ്ടിട്ടുണ്ട് യു ക്യാൻ സ്റ്റഡി ഇൻ എബ്രോഡ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ യെസ്, ഇൻ എബ്രോഡ് എന്ന് പറയുന്നത് ഒരു അപ്രോപ്രിയേറ്റ് യൂസ് അല്ല. ഇവിടുത്തെ കറക്റ്റ് സെന്റൻസസ് ഐ ആം എബ്രോഡ് അല്ലെങ്കിൽ ഐ ആം ഗോയിങ് എബ്രോഡ്. മൈ അങ്കിൾ ഇസ് വർക്കിംഗ് എബ്രോഡ്. അവിടെ ഒന്നും നമ്മൾ ഇൻ എബ്രോഡ് ഉപയോഗിക്കില്ല. കാരണം ഈ എബ്രോഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ പുറത്തെന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അതൊരു സ്പെസിഫിക് രാജ്യമല്ല. അതൊരു സ്പെസിഫിക് രാജ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ ഇൻ അല്ലെങ്കിൽ ഓൺ അല്ലെങ്കിൽ ആറ്റ് പോലെയുള്ള ഒരു പ്രിപ്പോസിഷനും അതിന് ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഐ ആം എബ്രോഡ് അല്ലെങ്കിൽ ഐ ആം ഗോയിങ് എബ്രോഡ്, ഐ ആം സ്റ്റഡിങ് എബ്രോഡ്, മൈ ഫ്രണ്ട് സ്റ്റഡിങ് എബ്രോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. എബ്രോഡിന്റെ കൂടെ നമുക്ക് പ്രിപ്പോസിഷൻ വേണ്ട. Here, I'm going to abroad, I'm going abroad, I'm going in abroad. Well, നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ഇതിന്റെ റൈറ്റ് ആൻസർ ഇസ് ഐ ആം ഗോയിങ് അബ്രോഡ്. ആൻഡ് നൗ യു നോ ദ റീസൺ ആസ് ടു വൈ അബ്രോഡിന്റെ കൂടെ നമുക്ക് പ്രിപ്പോസിഷൻ വേണ്ട എന്നുള്ളത്. ലുക്ക് അറ്റ് യുവർ സ്കോർ നൗ. അപ്പോ ഒരു 13 കറക്റ്റ് ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ഗോട്ട് 80% ആൻഡ് യു ഹാവ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓൺ പ്രിപ്പോസിഷൻസ് എന്നുള്ളതാണ്. ഒരു 80% കുറവാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് എങ്കിൽ വെൽ, പ്രിപ്പോസിഷന്റെ ഈ ഒരു വീഡിയോ തുടർന്നും നിങ്ങൾ കാണുക. പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യാനുള്ള ഒരുപാട് സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യുക ആൻഡ് പ്രാക്ടീസ് സോ ദാറ്റ് യു ബിക്കം ബെറ്റർ. ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സെന്റൻസിന്റെ അർത്ഥം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു വാക്കാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ പ്രിപ്പോസിഷൻസിന്റെ യൂസ് വളരെ വേരീഡ് ആയിട്ടുള്ള ഡിഫറെന്റ് യൂസസ് ഇതിൽ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി ഓഫ് യൂസസ് ആണ്. ഒന്ന്, ടൈം പറയുന്നതിന് നമുക്ക് യൂസ് ചെയ്യാം. ടൈമിന് ഉപയോഗിക്കുന്ന സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ആറ്റ്, ഓൺ, ഇൻ ഒക്കെയാണ്. അതേപോലെ പ്ലേസ് പറയുന്നതിന് ആറ്റ്, ഓൺ, ഇൻ തന്നെ അതിനകത്ത് നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡയറക്ഷൻ പറയാനായിട്ട്, അത് ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ടു ഉപയോഗിക്കും, ഫ്രോം ഉപയോഗിക്കും, ടുവേർഡ് ഉപയോഗിക്കും. പിന്നെ മാനർ പറയുന്നതിന്, മാനർ എന്താണ്, നമ്മൾ എന്ത് മാർഗം ഉപയോഗിച്ച് നമ്മൾ അത് ചെയ്തു എന്നുള്ളത്, അതിന് വിത്ത്, ബൈ, ത്രൂ എന്നൊക്കെ പറയാം. ഇനി റീസൺസ് പറയുന്നതിന് റീസൺ, ഫോർ, ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, ഇങ്ങനെയൊക്കെ. സോ വാട്ട് ഈസ് എ പ്രിപ്പോസിഷൻ? പ്രിപ്പോസിഷൻ യൂഷ്വലി ഒരു സെന്റൻസിനകത്ത് അതിന്റെ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു നാമത്തെ മറ്റൊരു നാമവുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഒരു നൗൺ അല്ലെങ്കിൽ മറ്റൊരു നൗണുമായിട്ടുള്ള ബന്ധം അത് കാണിക്കുന്നതിന് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. ഇനി ഒരു നൗൺ മറ്റൊരു നൗൺ അല്ലെങ്കിൽ ആ സെന്റൻസിലെ മറ്റു വേർഡ്സിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ലെറ്റ് us see എങ്ങനെയാണ് ഒരു നൗൺ മറ്റൊരു നൗണുമായിട്ട് ആ ഒരു കണക്ഷനും ആ ഒരു ചേഞ്ചും ഒക്കെ വരുന്നതെന്ന് നമുക്കൊന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. ഈ ഒരു സ്ലൈഡിൽ നോക്കിയാൽ നമുക്ക് ഈ സെന്റൻസസ് കാണാം അല്ലെ. കാറ്റ് ഇസ് ഓൺ ദ ടേബിൾ. ഈ ആദ്യത്തെ പടം നോക്ക്, പൂച്ച ടേബിളിന്റെ പുറത്ത് കയറിയിരിക്കുന്നത്. അപ്പോ അതാണ് ഓൺ ദ ടേബിൾ. അപ്പൊ കാറ്റ്, രണ്ടാമത്തത് കാറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ. അപ്പൊ കാറ്റ് ഈസ് എന്നും ദ ടേബിൾ എന്നും ആ വേർഡ്സ് ഈ മൂന്ന് സെന്റൻസസിലും ഒരേപോലെ തന്നെ നിൽക്കുക. ആകെ മാറുന്ന ഒരു വേർഡ് ആ പ്രിപ്പോസിഷനാണ്. ഓൺ, അണ്ടർ ആൻഡ് ഇവിടെ ബിസൈഡ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ മൂന്ന് പടങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താണ് ആ ഒരു പൊസിഷൻ അവിടെ വരുന്നതെന്ന്. അപ്പൊ കാറ്റിനെയും ടേബിളിനെയും കൂടെ ബന്ധപ്പെടുത്തിയാണ് ശരിക്കും ഇവിടെ ഓൺ എന്ന് പറയുമ്പം ടേബിളിന്റെ പുറത്ത്, അണ്ടർ ടേബിളിന്റെ അടിയില്, ബിസൈഡ് ടേബിളിന്റെ സൈഡില്, ബൈ ദ സൈഡ് ഓഫ് എന്ന് നമുക്ക് പറയാം. മറ്റ് എക്സാമ്പിൾസ്. അപ്പൊ ഓൺ, അണ്ടർ, ബിസൈഡ്സ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിപ്പോസിഷൻ മാത്രമാണ് മാറിയത്, ബാക്കി വേർഡ്സ് ഒക്കെ അതുപോലെ തന്നെ നിൽക്കുക. പക്ഷെ സെന്റൻസിന്റെ അർത്ഥം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറും നമ്മൾ ഈ പ്രിപ്പോസിഷൻ മാറുമ്പോൾ. സോ ദാറ്റ് ഇസ് ഹൗ പവർഫുൾ ദീസ് പ്രിപ്പോസിഷൻസ് ആർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതിന്റെ ആ ഒരു മീനിങ് മാറ്റിയെടുക്കുന്നതിനകത്ത്. So what is a preposition? A preposition is a word that shows the relationship between a noun or pronoun and other words in a sentence. അതാണ് ശരിക്കും prepositionന്റെ ഒരു മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സെന്റൻസിൽ ഒരു നൗണിനെയും അല്ലെങ്കിൽ ഒരു പ്രോനൗണിനെയും
ആ സെന്റൻസിലെ മറ്റ് വേർഡ്സുമായിട്ട് ബന്ധം കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് preposition. They often indicate location, time, direction, manner or reason. അപ്പോ ലൊക്കേഷന് പറയാം, ടൈമിന് പറയാം, ഡയറക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, മാനറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, റീസന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് നോർമലി ദേ ആർ പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ എ പ്രോനൗൺ. സാധാരണഗതിയിൽ ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പ്രോനൗണിന്റെ മുന്നേ ആയിരിക്കും വരുന്നത്. ഇത് നോക്ക്, ദ കാറ്റ് ഇസ് ഓൺ ദ ടേബിൾ. അപ്പൊ ടേബിൾ എന്ന് പറയുന്ന നൗണിന് മുന്നേ വന്നു. ആൻഡ് ഇവിടെ രണ്ടാമത് ഈ മൂന്ന് സെന്റൻസിലും ടേബിൾ എന്ന് പറയുന്ന ആ നൗണിന് മുന്നെയാണ് പ്രിപ്പൊസിഷൻ വന്നേക്കുന്നത്. Right. Okay, so let's move on now. What are the different types of prepositions? We have simple prepositions. Simple prepositions എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി ഒരു സിംഗിൾ വേർഡ് ആയിരിക്കും അത്. ഇൻ, ഓൺ, അറ്റ്, ടു, ഫോർ, വിത്ത്, ഓഫ്, ഫ്രോം ഇങ്ങനെയൊക്കെ പറയുന്നതാണ് സിമ്പിൾ prepositions എന്ന് പറയുന്നത്. ആൻഡ് what are compound prepositions? അപ്പൊ these are prepositions made up of two or more words. അപ്പൊ രണ്ടോ അതിലധികമോ വാക്കുകളുടെ ഒരു മിശ്രിതമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോമ്പൗണ്ട് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Look at these: in spite of, on account of, by means of, out of, in front of. ഇതൊക്കെയാണ് കോമ്പൗണ്ട് പ്രിപ്പൊസിഷൻസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. Now, phrasal prepositions, or just like phrasal verbs പോലെ phrasal prepositions ഉണ്ട്. So these are prepositions made up of a verb and an adverb, such as up to, out of, and down on. Look at these. അപ്പൊ ഇത് ഒന്ന് ഒരു വേർബും ഒരു adverbും കൂടി യൂസ് ചെയ്തിട്ടാണ് ഈ prepositions നോർമലി ജനറേറ്റ് ആകുന്നത്. ഇനി participial prepositions. So these are prepositions formed by participles, that is verb forms used as adjectives. Adjectives ആയിട്ട് ഇവിടെ verb forms യൂസ് ചെയ്തേക്കുന്നു. Just like concerning, excluding, regarding, including ഇങ്ങനെയൊക്കെ പറയുന്നതാണ് participial prepositions എന്ന് പറയും. Now, double prepositions. So what are double? So these are prepositions made up of two simple prepositions, such as in, to. ഇന്നും ടൂവും കൂടെ ചേർത്ത് into വരുന്ന, on to, with and in, within, with and out, without and up from. അപ്പൊ ഇങ്ങനെ രണ്ട് ചെറിയ prepositions ചേർന്ന് ഒരു preposition ആയി മാറുന്നതാണ് ഈ double prepositions എന്ന് പറയുന്നത്. Now, prepositional phrases, so these are groups of words that include a preposition and a noun or pronoun, such as in the box. In the box എന്ന് പറയുന്നത് ഒരു prepositional phrase ആണ്. On the table, ഒരു prepositional phrase. At the park, to the store. ഇതൊക്കെ prepositional phrases ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. Now, prepositions different uses നമുക്കൊന്ന് നോക്കാനാണെന്നുണ്ടെങ്കിൽ, വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള യൂസസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ടൈം, പ്ലേസ്, ഡയറക്ഷൻ, മാനർ, റീസൺ ഇങ്ങനെ തുടർന്ന് അങ്ങ് പോകുന്നുണ്ട് prepositions-ന്റെ ആ ഒരു യൂസസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇവിടെ preposition of time നമുക്ക് ആദ്യം നോക്കാം. ഇതിനകത്ത് ഇന്നും, ഓണും, ആറ്റും ആണല്ലോ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഉപയോഗം വരുന്നത്. Look at these examples. I will meet you at 2 p.m. I have a meeting on Friday and I will see you in a few minutes. അപ്പൊ ഇവിടെ ഒരിക്കൽ ഞാൻ at 2 p.m. എന്ന് ആദ്യത്തതിൽ പറഞ്ഞു, on Friday എന്ന് രണ്ടാമത്തതിൽ പറഞ്ഞു, in a few minutes എന്ന് ഞാൻ മൂന്നാമത്തെ സെന്റൻസിൽ ഞാൻ ഇവിടെ പറഞ്ഞു. So what does all this mean? അപ്പോ ടൈമിനെ നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ ടൈമിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം. നമുക്കൊന്ന് ഒരു സ്പെസിഫിക് ടൈം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് നോക്കാം, അല്ലെ? ഈ സ്പെസിഫിക് ടൈം എന്ന് പറയുന്നതാണ് 2 p.m. എന്ന് പറയുന്നത്. നമ്മുടെ ക്ലോക്ക് ടൈം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം, അതാണ് 2 p.m. അപ്പോൾ ഒരു റിയൽ ലൈഫ് സിനാരിയോയിൽ നമ്മൾ നോക്കിയാൽ ഈ സ്പെസിഫിക് ടൈമിലെ ക്ലോക്ക് ടൈമിനെ ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യത്തില്ല. നമ്മൾ ആരോടും പറയത്തില്ല 2 മണി കഴിഞ്ഞ് 3 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തും എന്ന് നമ്മൾ പറയില്ലല്ലോ. നമ്മൾ 2 മണിക്ക് എത്താം അല്ലെങ്കിൽ 3 മണിക്ക് എത്താം, അങ്ങനെയല്ലേ സാധാരണഗതിയിൽ. അപ്പൊ ഒരു പ്രാക്ടിക്കൽ യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. സോ സ്പെസിഫിക് ടൈം. ഇനി സ്പെസിഫിക് ഡേ അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഉണ്ട് ആൻഡ് എ ടൈം റേഞ്ച് ഉണ്ട്. അപ്പൊ സ്പെസിഫിക് ഡേ എന്ന് പറയുന്നത് ഫ്രൈഡേ ഒരു സ്പെസിഫിക് ഡേ ആണ്. ഇനി 12/12/2022 എന്ന് പറയുന്നതും ഒരു സ്പെസിഫിക് ഡേ ആണ്. ആ ഒരു ദിവസത്തെ മാത്രമാണ് ആ ഒരു ഡേ സൂചിപ്പിക്കുന്നത്. ആൻഡ് ഒരു ടൈം റേഞ്ച് ഇൻ എ ഫ്യൂ മിനിറ്റ്സ്, ഇൻ എ മന്ത്, ഇൻ എ ഇയർ, ഇതൊക്കെയാണ് ഒരു ടൈം റേഞ്ച് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ നൗ.
സ്പെസിഫിക് ടൈം ഞാൻ ഈ പറഞ്ഞതുപോലെ, പക്ഷെ ഇതൊക്കെ സ്പെസിഫിക് ടൈം ആയിട്ട് നമുക്ക് കണക്കാക്കാം. നൂൺ സ്പെസിഫിക് ടൈം ആണ്. നൂൺ മീൻസ് ഉച്ച 12 മണിയാണ്. ആൻഡ് മിഡ് നൈറ്റ് ഉച്ച അല്ല സോറി രാത്രി 12 മണിയാണ് മിഡ് നൈറ്റ്. ആൻഡ് നൈറ്റ് എന്ന വേർഡിന്റെ കൂടെ നമ്മൾ ആറ്റ് നൈറ്റ് എന്നായിരിക്കും പറയുന്നത്. നൈറ്റിനെ ഒരു സ്പെസിഫിക് ഒരു ദിവസത്തെ ഡിഫറെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, മോർണിംഗ് നൂൺ ആൻഡ് ഈവനിങ്. പക്ഷെ നൈറ്റിനെ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടില്ല. നൈറ്റിനെ കംപ്ലീറ്റ് നൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നൈറ്റ് ഒരു ടൈം റേഞ്ച് ആണെങ്കിൽ പോലും ഐ വിൽ സി യു അറ്റ് നൈറ്റ്, ഐ ഹാവ് ടു ഗോ ഹോം അറ്റ് നൈറ്റ്. അങ്ങനെ നമ്മൾ പറയുന്നത് അറ്റ് നൈറ്റ് എന്ന് നമ്മൾ പറയുന്നത് റീസൺ അതാണ്. ആൻഡ് നൗ സ്പെസിഫിക് ഡേ എന്ന് പറഞ്ഞാൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ സ്പെസിഫിക് ഡേയ്സ് ആണ്. അതേപോലെ നമ്മൾ ബർത്ത്ഡേ എന്ന് പറയുന്നത്, ക്രിസ്മസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറയുന്നത് May 7, 2021, ഇതൊക്കെ ഒരു സ്പെസിഫിക് ഡേ ആണ് അല്ലെ. ഇനി ഓണം എന്ന് പറഞ്ഞാൽ തിരുവോണം ഒരു സ്പെസിഫിക് ഡേ ആണ് തിരുവോണം എന്ന് പറയുന്നത്. അതാണ് സ്പെസിഫിക് ഡേ. ഇനി നമ്മുടെ ആ ഒരു ടൈം റേഞ്ച് എന്ന് പറഞ്ഞാൽ മന്ത്, ഡേ, ഒരു ഇയർ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട്, ഇതൊക്കെ ഒരു ടൈം റേഞ്ച് ആണ്. കാരണം അതൊരു ഒരു ടൈമിൽ തുടങ്ങി ഒരു ടൈമിൽ അവസാനിക്കുന്നതിന്റെ ഇടയിൽ കുറെ ഒരു ടൈം ഉണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ടൈം റേഞ്ച് ഔട്ട് ഹിയർ. ഈ സ്പെസിഫിക് ടൈമിന്റെ കാര്യം നമ്മൾ നോക്കിയാൽ ഈ സ്പെസിഫിക് ടൈമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് പോയിന്റ് ഇൻ ടൈം ആൻഡ് ജനറലി we don't divide it into further points for the sake of practicality. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8:03 ഞാൻ നിന്നെ കാണാം എന്ന് ഞാൻ പറയത്തില്ല, അല്ലെ നമ്മൾ സാധാരണ പറയത്തില്ല. നമ്മൾ 8 കാണാം, അല്ലെ 8:05 കാണാം, അല്ലെ 8 മണി കഴിഞ്ഞ് 2 സെക്കൻഡിന് നിന്നെ അങ്ങനെ നമ്മൾ പറയില്ലല്ലോ. അതുകൊണ്ടാണ് അതിനെ ഒരു ഷോർട്ടസ്റ്റ് പോയിന്റ് ഇൻ ടൈം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആ ഒരു സ്പെസിഫിക് ടൈമിന് ഇത് തന്നെയാണ് ക്ലോക്ക് ടൈം എന്ന് പറയുന്നത്. ആൻഡ് ആറ്റ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ. ഈ എക്സാമ്പിൾസ് നോക്കുക. I will meet you at 4 in the evening. Joy is arriving at 6 a.m. Now the meeting starts at 10 a.m. You see these sentences here? And നമ്മൾ ഇനി അടുത്തത് ആ ഒരു സ്പെസിഫിക് ഡേ. സ്പെസിഫിക് ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഔട്ട് ഒരു സ്പെസിഫിക് ഡേയുടെ? അപ്പോൾ ഒരു സ്പെസിഫിക് ഡേ ഇൻ ടൈം. അപ്പോൾ യൂഷ്വലി ദ കംപ്ലീറ്റ് ഡേ, ആ ഒരു ഫുൾ ഡേ ഇമ്പോർട്ടന്റ് ആണ്. And that is why it is taken as a single block of time. Okay, അപ്പോൾ ഫങ്ഷൻസ്, ഇവന്റ്സ്, സെലിബ്രേഷൻസ് ഇതൊക്കെ സിഗ്നിഫൈഡ് ബൈ ദ ഡേ. ആ ഒരു ദിവസത്തിനാണ് പ്രാധാന്യം, ആ ഒരു ഫുൾ ദിവസത്തിന്. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡേറ്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, അവിടെയാണ് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത്. Now, my birthday is on January 22nd. The meeting is on Monday. Weekend starts on Saturday. We will catch up on weekend. Independence Day is celebrated on August 15 every year. See, ഇതാണ് ഓണിന്റെ ആ ഒരു പ്രത്യേകത. ഇനി നമ്മൾ ആ ഒരു ടൈം റേഞ്ച് നോക്കുന്നു. We are looking at a longer time here. So usually refers to longer duration time like a month or months or year or years, week or weeks, hours, etc. And in is the preposition that is used here. അപ്പോൾ your entire period is considered as one single block of time. അവിടെയാണ് നമ്മൾ in ഉപയോഗിക്കുന്നത് ആ ഒരു ഇതിന് വേണ്ടി. Look at the examples here. I was born in the year 2000. അപ്പോൾ ആ ഒരു 2000-ലാണ് ഞാൻ ജനിച്ചത് എന്ന് പറയുന്നത് I was born in the year 2000. His birthday is in December. നമ്മളിവിടെ ഒരു സ്പെസിഫിക് ഡേറ്റ് പറയുമ്പോഴത്തേക്ക് on ഉപയോഗിക്കും. അപ്പൊ ഇവിടെ in December എന്ന് പറഞ്ഞു. I will complete the work in a week's time. For prepositional phrasing, in a week's time. I have a meeting with my boss in an hour. അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്നുള്ളതാ പറയുന്നത്. The movie starts in 5 minutes. I will finish the project in 2 weeks. Right. And അടുത്തത് നമുക്ക് place, preposition of place നോക്കാം. So what is a specific place? Specific place എന്ന് പറഞ്ഞാൽ the smallest point in place. Usually ഇതൊരു എക്സാക്ട് ലൊക്കേഷൻ ആയിരിക്കും. അപ്പൊ ഇതിന് ആറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്പെസിഫിക് ടൈമിനും ആറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, സ്പെസിഫിക് പ്ലേസിനും നമ്മൾ ആറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ സെന്റൻസസ് നോക്കിയേ. ഐ ലിവ് അറ്റ് 34 ഈസ്റ്റ് വെസ്റ്റ് നഗർ. 34 ഈസ്റ്റ് വെസ്റ്റ് നഗർ എന്ന് പറയുന്നത് ഒരു വീടിന്റെ അഡ്രസ് ആണ്. അപ്പൊ അതൊരു സ്പെസിഫിക് പ്ലേസ് ആണ്. ആ ഒരു അഡ്രസ് ആ ഒരു വീട്ടിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ടാണ് അതൊരു സ്പെസിഫിക് പ്ലേസ് ആകുന്നത്. The shop is at the corner. കോർണർ, ആ ഷോപ്പ് നിൽക്കുന്ന ഒരു കോർണറിലാണ്. അപ്പൊ കോർണർ ഇസ് എ സ്പെസിഫിക് പ്ലേസ് there. Now the bus stops at the bus stop. ബസ് സ്റ്റോപ്പ് ഒരു സ്പെസിഫിക് പ്ലേസ് ആണ്, അവിടെയാണ് ബസ് നിർത്തുന്നത്. The party is at John's house.
നോക്ക്, ആ ജോണിന്റെ വീട്ടിലാണ് ആ പാർട്ടി നടക്കുന്നത് എന്ന് പറയുന്നത്. പാർട്ടി ഈസ് ആറ്റ് ജോൺസ് ഹൗസ്. ഐ മെറ്റ് ഹിം ആറ്റ് ദ ലൈബ്രറി. ഇമാജിൻ, സ്കൂളിനകത്ത് ഒരു ലൈബ്രറി അല്ലെ കോളേജിനകത്ത് ഒരു ലൈബ്രറി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു വലിയ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വലിയ ഒരു സ്പേസ്, ഒത്തിരി സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സും ഓഫീസസും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ആണ് ലൈബ്രറി എന്ന് പറയുന്നത്. ആൻഡ് വി ആർ ഹാവിംഗ് ഡിന്നർ അറ്റ് ദ റെസ്റ്റോറന്റ്. ഓക്കെ, റൈറ്റ്. അത് സ്പെസിഫിക് പ്ലേസിന്റെ കാര്യം. അടുത്ത് നമ്മള് യുനോ പ്രിപ്പസിഷൻ ഓഫ് പ്ലേസ്, പക്ഷേ ഒരു ലാർജർ പ്ലേസിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ ഈ പറയുന്നത്. അപ്പൊ എപ്പോഴും നമുക്ക് ഒരു സ്ഥലം ലാർജ് എന്ന് പറയുന്ന എപ്പോഴാ, നമ്മൾ മറ്റൊരു സ്ഥലത്തിനെ കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദർ ഇസ് ഓൾവേസ് എ കമ്പാരിസൺ. ഇവിടെ നമുക്ക് രണ്ട് സ്പേസ് തങ്ങളിൽ ഒരു കമ്പാരിസൺ indicates that something or someone is located within the boundaries of a particular area. അപ്പൊ ഈ ലാർജർ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇൻ ആണ് ഉപയോഗിക്കുന്നത്. ഇൻ ഉപയോഗിക്കുമ്പം എപ്പോഴും നമ്മൾ ഇതൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ആ ഒരു ഏരിയയെ കുറിച്ച് പറയുന്ന അതിന് ഒരു സ്പെസിഫിക് ബൗണ്ടറി ഉണ്ടോ എന്നുള്ളത്. ഒരു പക്ഷേ ഒരു ഫിസിക്കൽ ബൗണ്ടറി ഒന്നും കാണില്ല, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന പോലെ. ചിലപ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ഒരു ബൗണ്ടറി ആയിരിക്കും. ഓക്കെ, നമുക്ക് സൺഡേസിലും വീക്കെൻഡ്സിലും ഒക്കെ ഓപ്പൺ മാർക്കറ്റ്സ് നടക്കാറുണ്ട് അല്ലെ, നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റ്സ്. ഈ മാർക്കറ്റ് ഏരിയയ്ക്കും ഒരു ബൗണ്ടറി ഉണ്ട്. അതിനൊരു ഫിസിക്കൽ ബൗണ്ടറി കാണത്തില്ല, പക്ഷെ നമുക്കറിയാം ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ അത് മാർക്കറ്റ് ആണ് എന്നുള്ള. അപ്പൊ ഒന്നുകിൽ ആ ഒരു ഇമാജിനറി ബൗണ്ടറിയോടെ വരണം, അല്ലെങ്കിൽ ഒരു ആക്ച്വൽ ബൗണ്ടറി ഉള്ള ഒരു സ്ഥലത്തിനെ നമ്മൾ കണക്കാക്കുക. ദ ബുക്ക് ഇസ് ഇൻ ദ ലൈബ്രറി, ബുക്ക് ഇസ് ആറ്റ് ദ ലൈബ്രറി എന്ന് പറയത്തില്ല, ബുക്ക് ഇസ് ഇൻ ദ ലൈബ്രറി. ലൈബ്രറിയുടെ ഉള്ളിലാണ്. ഷീ ഇസ് ഇൻ ദ ലിവിംഗ് റൂം. സോ ലുക്ക് അറ്റ് ദ ലിവിംഗ് റൂം, അല്ലെങ്കിൽ നമ്മുടെ ഹോൾ റൂം എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റ്, അതൊരു റൂമാണ്, അതിന് ബൗണ്ടറീസ് ഉണ്ട് അല്ലെ. ദ കേക്ക് ഇസ് ഇൻ ദ അവൻ. ആ അവൻ, ആ ഒരു എന്താ പറയേണ്ടത്, ചൂള, അതിന്റെ ഉള്ളിലിരിക്കുകയാണ് കേക്ക്. സോ ആ ചൂളയ്ക്ക് ഒരു ബൗണ്ടറി ഉണ്ട്. ദേ ആർ ഇൻ ദ പാർക്ക് അല്ലെ. ഈ ലോകം മുഴുവനും പാർക്ക് ഏരിയ അല്ലല്ലോ. അപ്പൊ പാർക്ക് ഇസ് ജസ്റ്റ് എ സ്മോൾ പോർഷൻ probably within your village or your city or wherever you are living. So they are in the park. Now the car is in the garage. Appo in the garage ennu nammal paranju, garage again, that's an enclosed area alle. Now the keys are in my pocket. So what is my pocket? My pocket is also an enclosed area. It has boundaries. Appo ee boundaries ulla sthalam aanengil namukku in ഉപയോഗിച്ച് പറയാം. I live in India, I live at India എന്ന് നമ്മൾ പറയത്തില്ല. I live on India എന്ന് നമ്മൾ പറയത്തില്ല. We say I live in India because India has its boundaries. Yeah. Now let's move on. അടുത്തത് preposition of place showing location. ഇത് നമുക്കൊരു ലൊക്കേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ നോക്കാം. So this is used to indicate a location that is at a higher level than the reference point. Usually നമ്മൾ എന്താ പറയേണ്ടത്, നമ്മുടെ ഇപ്പൊ ഒരു ലൊക്കേഷൻ കാണിക്കണമെങ്കിൽ നമുക്കൊരു റെഫറൻസ് പോയിന്റ് വേണം. ഇന്ന സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ആണ് ആ ഒരു ലൊക്കേഷൻ വരുന്നത് അല്ലെ. നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നിൽക്കുന്നത്, ഈ ഒരു പോയിന്റിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് നമ്മൾ പോകാനായിട്ടുള്ള ആ ഒരു ശ്രമം നടത്തുന്നത്, അതാണ് ആ ഒരു റെഫറൻസ് പോയിന്റ് എപ്പോഴും വേണം. ആൻഡ് ഇവിടെ നമ്മൾ ഓൺ ഉപയോഗിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ വൺ ഈസ് ഓൺ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു റെഫറൻസ് പോയിന്റിനേക്കാളും ഹയർ ലെവലിലായിരിക്കും മറ്റേ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. And on can be used to indicate that someone is traveling by a form of transportation such as a bus, train or a plane. അതിനും നമുക്ക് on use ചെയ്യാം എന്നുള്ളതാണ്. And on look at these sentences here. The bird is on the tree branch. The bird is in the tree എന്ന് നമ്മൾ പറയത്തില്ല, on the tree branch. ട്രീയുടെ ഒരു ബ്രാഞ്ചിന്റെ ഒരു പുറത്ത് ഇരിക്കുകയാണ് ബേർഡ് എന്ന് പറയുന്നത്. The helicopter is hovering on top of the building. ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്ന് കളിക്കുന്നു. That is why it's hovering on top of the building. Now party is on the roof. Yeah, the flag is flying on top of the pole. On top of the pole. Okay, she is traveling on a bus. അപ്പൊ ഈ ബസ്സിനും പ്ലെയിനിനും ട്രെയിനിനും ഒക്കെ നമുക്ക് ഓൺ ഉപയോഗിക്കാം. ബോട്ടിനും, അതായത് ഒരു കപ്പലിനും നമുക്ക് ഓൺ ഉപയോഗിക്കാം. നമുക്ക് ബൈ പറയാം കേട്ടോ, ഷീ ഈസ് ട്രാവലിംഗ് ബൈ ബസ് എന്ന് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ ഓൺ പറയുന്ന ഒരു ചെറിയ എന്താ പറയേണ്ടത്, ഒരു ടിപ്പും കൂടെ ഞാനിവിടെ തരാം. പക്ഷെ കാറിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഷീ ഈസ് ട്രാവലിംഗ് ഇൻ എ കാർ എന്ന് പറയും. നമ്മൾ ഷീ ഈസ് ട്രാവലിംഗ് ഓൺ എ കാർ എന്ന് പറയത്തില്ല. ഇന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ ആ ഒരു ആം ചെയറിന്റെ കഥ പറഞ്ഞു ഓർക്കുന്ന അതേപോലെ നമ്മൾ കാറിനകത്ത് കയറുമ്പോ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിരുന്നാൽ മതി.
നമ്മളിങ്ങനെ ഇരിക്കുന്ന പൊസിഷനിലാണ് നമ്മൾ അതിൽ കയറുന്നത്. എന്നാൽ ഒരു ബസ്സിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കയറാം. അപ്പൊ ശരിക്കും ഓൺ ഒരു സർഫസിന്റെ പുറത്ത് ഇരിക്കുന്നതിന് നമുക്ക് ഓൺ പറയാം. ഈ സിറ്റിംഗ് ഓൺ ദ വാൾ അല്ലെ? അപ്പൊ ആ ഓൺ, അപ്പൊ ആ ഈ സർഫസിന്റെ പുറത്ത് ടച്ച് ചെയ്ത് നിൽക്കുന്നതിനാണ് ഓൺ പറയുന്നത്. ഇവിടെ നമ്മള് ദ ഹെലികോപ്റ്റേഴ്സ് ഹോവറിംഗ് ഓൺ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. അപ്പൊ ഇത് എങ്ങനെ പിന്നെ അതിനകത്ത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്? അപ്പൊ ആ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗത്ത് അത് ഹോവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ യു ക്യാൻ ഓൾസോ യൂസ് ഹോവറിംഗ് above the building എന്നും ഇവിടെ പറയാം. Above indicates that it is not touching the surface but it is above it എന്നാണ്. അപ്പൊ ഈ ബസ്സിലും ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ നമുക്ക് നടന്ന് തന്നെ കയറാൻ കഴിയും, നമുക്ക് നിന്നുകൊണ്ട് തന്നെ വേണമെങ്കിലും യാത്ര ചെയ്യാനും കഴിയും. അതുകൊണ്ടാണ് അവിടെ ഓൺ വരുന്നത് എന്ന് മനസ്സിലാക്കും. ആൻഡ് ബസ്സൊക്കെ ആദ്യം ഇൻവെന്റ് ചെയ്ത സമയത്ത് അതിന് റൂഫ് ഒന്നും ഇല്ലായിരുന്നു. സോ യു വെർ ഓൺ ദ ബസ്. ഇനി മറ്റൊരു കോൺസെപ്റ്റും കൂടിയുണ്ട്. ബസ്സിന് ഡബിൾ ഡെക്കേഴ്സ് ഉണ്ടായിരുന്നു ഇൻ ഇംഗ്ലണ്ട്, അവിടെ ഡബിൾ ഡെക്കേഴ്സ്. അപ്പൊ സോ യു ആർ ആക്ച്വലി ഓൺ ടോപ്പ് ഓഫ് വൺ ബസ്, അതുകൊണ്ട് ഓൺ. അങ്ങനെയൊക്കെ ഡിഫറെന്റ് ബിലീഫ്സ് ഉണ്ട്. ഈ ഓൺ ഈ ബസ് യാത്രയ്ക്ക് ആപ്ലിക്കബിൾ ആയി വന്നു എന്നുള്ളത് പറയുന്നതിന് വേണ്ടി നമുക്ക് അതിന്റെ സർഫസിൽ നിൽക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മൾ ഓൺ എ പ്ലെയിൻ, ഓൺ എ ട്രെയിൻ, ഓൺ എ ബസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. Now, the next one is preposition of direction. ഡയറക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന prepositions എന്തൊക്കെയാണ്? നമുക്ക് toward, through, over, along, across, down, up, towards, ഇതെല്ലാം. ഈവൻ നമുക്ക് to നമുക്ക് പറയാം ഡയറക്ഷന് വേണ്ടിയിട്ട് bring that glass of water to me. അപ്പൊ നിങ്ങൾ എവിടെ നിന്നാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന ഡയറക്ഷനിലേക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ എന്ന് പറയുന്നതിന് അതാണ് പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ. ഈ കാണിച്ചതൊക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സി ഹി വാക്ക് ത്രൂ ദ ഡോർ. ത്രൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഡോറിന്റെ ഫ്രെയിമിന്റെ അകത്തുകൂടെ അല്ലേ നമ്മൾ വരുന്നത്, അതിനാണ് ത്രൂ പറയുന്നത്. ആൻഡ് ദേ ആർ ഡ്രൈവിംഗ് ത്രൂ എ ടണൽ. ടണലിന്റെ അകത്തുകൂടെ കയറി നമ്മൾ അങ്ങ് അപ്പുറത്തേക്ക് പോയാ അപ്പൊ അതിന് ഇനി ടണലിന്റെ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോയാലോ they are in the tunnel എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. The bird flew over the building. Over is a preposition of direction. Yeah, and she is running along the beach. A beachന്റെ സൈഡിലൂടെ ഓടുന്നു എന്നുള്ളത്. Now the boat is sailing across the ocean. Across. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഡയറക്ഷൻ കാണിക്കുകയാണ് ശരിക്കും ഈ വേർഡ്സ് ഒക്കെ ചെയ്യുന്നത്. That is what is the preposition of direction. And next we have the preposition of manner. So, preposition of manner, these are used to indicate how something is done or how or the way in which something happens. എന്തെങ്കിലും ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ കാണിക്കുകയാണ് ശരിക്കും ഈ preposition of manner കൊണ്ട് നമ്മൾ ഐഡിയലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, the preposition indicates the manner in which something is done, such as gracefully, loudly, happily, beautifully, smoothly, expertly, quickly, skillfully, passionately, perfectly. The example sentence നോക്കാം. She danced gracefully on the stage. So this is a preposition of manner. How did she dance? Gracefully. Okay. Now, he spoke loudly to the audience. വളരെ ഉച്ചത്തിൽ സംസാരിച്ചു. Now, the children played happily in the park. അവർ വളരെ ഹാപ്പി ആയിട്ട് അവിടെ പാർക്കിൽ പ്ലേ ചെയ്തു. സോ ഹൗ ഡിഡ് ദേ പ്ലേ? ദേ പ്ലേഡ് ഹാപ്പിലി എന്നുള്ളത്. Now, the singer sang beautifully during the concert or the concert. The car moved smoothly along the highway. Yeah, ഇതാണ് preposition of manner എന്ന് പറയുന്നത്. And then we have the preposition of agent. So what is this? Now, by ആണ് is used to indicate the agent or doer of an action. ഒരു സെന്റൻസില് ആ ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തിയെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ബൈ ഉപയോഗിക്കുന്നത്. സോ അവിടെ ആ ഒരു പ്രവൃത്തി ചെയ്ത ഒരു ഏജന്റ് എന്നുള്ളത്, അതിന് നമുക്ക് ബൈ ഉപയോഗിക്കാം, വിത്ത് ഉപയോഗിക്കാം, ഇതൊക്കെ ചെയ്യാം. ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ബൈ, വിത്ത് എന്നൊക്കെ ഉള്ളത് പ്രിപ്പോസിഷൻ ഓഫ് ഏജന്റ് എന്ന് പറയുമ്പം ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സബ്ജക്ട്, ദാറ്റ്സ് ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ, ആൻഡ് ആ ഒരു ആക്ഷൻ ഇറ്റ്സെൽഫ്. The doer of the action and the action itself. അതിന്റെ റിലേഷൻ ആ കാണിക്കുന്നത്. Look at this first example here. The film was produced by John Smith. അപ്പൊ ജോൺ സ്മിത്ത് ആണ് ആ ഫിലിമിന്റെ പ്രൊഡ്യൂസർ. അപ്പം ജോൺ സ്മിത്ത് ചെയ്ത ആക്ഷൻ എന്താണ്? ഇവിടെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത്. ആരാണത് പ്രൊഡ്യൂസ് ചെയ്തത്? ജോൺ സ്മിത്ത്. അപ്പൊ ജോൺ സ്മിത്തിനെയും
ആ ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു കാര്യത്തെയും അതാണ് അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് അതിനെ കണക്ട് ചെയ്യുക. Yeah? A lot of noise was made by the kids. Again, by is used here. അപ്പൊ ഈ കിഡ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരുപാട് നോയ്സ് ക്രിയേറ്റ് ചെയ്തു, ശബ്ദം ഉണ്ടാക്കി, ഒച്ചയുണ്ടാക്കി. ജോൺ ലിവ്സ് വിത്ത് ഹിസ് ബ്രദർ. Again, preposition of agent. ജോൺ ആരുടെ കൂടെ? With is being used here. With his brother. അപ്പൊ ഇവിടെ എല്ലാം all these indicate a relation between the subject, that's the doer of the action, and the action itself. Yeah? ഇവിടെ ജോൺ ചെയ്യുന്ന ആക്ഷൻ എന്താണ്? ജോൺ ഇസ് ലിവിങ്. And John is living with who? He's living with his brother. അപ്പൊ അതാണ്. അപ്പൊ ജോൺ ചെയ്യുന്ന ഈ ആക്ഷനെയും എന്താ പറയേണ്ടത്? ഇവിടെ ജോണിന്റെ ബ്രദറിനെയും കൂടെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വിത്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. Now, prepositions for instruments or devices or machines. ഇതിന് നമുക്ക് ഓൺ ഉപയോഗിക്കാം, ബൈ ഉപയോഗിക്കാം, വിത്ത് ദ ഹെൽപ്പ് ഓഫ്, ഇങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഇതെല്ലാം ദേ ഓൾ ജോയിൻ നൗൺസ് ടു അതർ വേർഡ്സ് ഇൻ സെന്റൻസ്. അതാണ് ഈ പ്രിപ്പോസിഷൻ ഫോർ ഇൻസ്ട്രുമെന്റ്സ്, ഡിവൈസസ് ആൻഡ് മെഷീൻസ് എന്ന് പറയുന്നത്. Now he is sitting on a bicycle. Now why is he sitting on a bicycle? കാരണം ബൈസൈക്കിളിന്റെ പുറത്തല്ലേ നമ്മൾ ഇരിക്കേണ്ടത്. See, he went home by car. കാറിന്റെ സഹായത്താൽ വീട്ടിലേക്ക് പോയി. That's why he went home by car എന്ന് പറയുന്നത്. Now I watered the plants with a water pipe. ഒരു വാട്ടർ പൈപ്പിന്റെ സഹായത്താൽ ഞാൻ വെള്ളം നനച്ചു. Now I broke the stone with a hammer. ഒരു ഹാമറിന്റെ സഹായത്താൽ ഞാൻ കല്ല് പൊട്ടിച്ചു എന്ന് പറയും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഐ കെയിം ബൈ വാക്ക് എന്ന് നമ്മൾ പറയത്തില്ല. ഐ കെയിം ബൈ ബൈക്ക്, ഐ കെയിം ബൈ സൈക്കിൾ, ഐ കെയിം ബൈ ഓട്ടോ. പക്ഷേ ഐ കെയിം ബൈ വാക്ക് എന്ന് പറയത്തില്ല. കാരണം അത് ആണ് ഉപയോഗിക്കുന്നത് നടക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ കാലെന്ന് പറയുന്നത് ഒരു മെഷീനും അല്ല, ഒരു ഡിവൈസും അല്ല, അതൊരു ഇൻസ്ട്രുമെന്റും അല്ല, നമ്മുടെ തന്നെ സ്വന്തം ശരീരത്തിന്റെ ഭാഗമാണ് കാലെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കാലുപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് ബൈ വേണ്ട. കാരണം നമ്മൾ വേറെ ഒന്നിന്റെയും സഹായം എടുത്തിട്ടില്ല. സോ വി സേ ഐ കെയിം വാക്കിംഗ് എന്നുള്ളതാണ് നമ്മൾ അവിടെ പറയുന്നത്. പ്രിപ്പോസിഷണൽ ഫ്രേസിന്റെ കാര്യം നമുക്ക് ഇനിയിപ്പോ നോക്കാനാണെങ്കിൽ, so a prepositional phrase is a group of words consisting of a preposition, its object and any modifiers of that object. അപ്പൊ prepositional phrase എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെന്നുള്ളതാണ്. അപ്പൊ അതിനകത്തൊരു preposition ഉണ്ടാകും. അപ്പോ വേർഡ്സ് ഇറ്റ് കൺസിസ്റ്റ് a preposition, its object and any modifiers. And prepositional phrases can function as adjectives, adverbs or nouns within a sentence, and they often provide additional information about the relationship between different parts of a sentence. അപ്പൊ കൂടുതൽ ഇൻഫർമേഷൻ ശരിക്കും നമ്മൾ നോക്കിയാൽ അഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും മോഡിഫയേഴ്സും ഒക്കെ എന്താ ചെയ്യുന്നത്? ആ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഓബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് തരെയാണ് അവിടെ അത് ചെയ്യുന്നത്, അല്ലെ? Now most of the time a prepositional phrase modifies a verb or a noun. പലപ്പോഴും ഒരു വെർബിനെ അല്ലെങ്കിൽ ഒരു നൗണിനെയാണ് ഈ ഒരു prepositional phrase മോഡിഫൈ ചെയ്യുന്നത്. There are two kinds of prepositional phrases. They are called adverbial phrases and adjectival phrases. രണ്ട് types of prepositional phrases ഉണ്ട്, adverbial and adjective. Now, a prepositional phrase mostly consists of at least one preposition and the object it governs. അപ്പോ prepositional phraseനകത്ത് അത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഇല്ലാതെ ആ ഒരു ഫ്രേസ് കംപ്ലീറ്റ് ആകത്തില്ല. അപ്പൊ prepositional phrase-ന് ഒരു preposition എങ്കിലും കാണും. ആൻഡ് എന്താ പറയേണ്ടത്, അത് ഏത് ഒബ്ജക്റ്റിനെ ഉദ്ദേശിച്ചിട്ടാണോ അവിടെ വരുന്നത് അതിന് സമാനമായ ഒരു preposition ആണ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ശരിക്കും അവിടെ പറയുന്നത്. Now, the object can be a noun, a gerund or a clause. Gerund എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ing ഫോമിൽ വരുന്ന, clause എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസിന്റെ തനിയെ നിൽക്കാൻ കഴിയാത്ത ഒരു ഭാഗമാണ് ഒരു clause എന്ന് പറയുന്നത്. Now, some of the most common prepositions that begin prepositional phrases are to, of, about, at, before, after, by, behind. Okay, ഈ words ഒക്കെ അവിടെ വരും. You look at this now. The cat is on the roof. ഇതിനകത്ത് നമുക്കറിയാം ഇതിനകത്ത് എന്താണ് പ്രത്യേകത. ഓൺ എന്ന് പറയുന്നത് ആണല്ലോ ഇവിടുത്തെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്താണ്? ഓൺ ദ റൂഫ് എന്നുള്ളതാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് നമുക്ക്. അപ്പൊ ഇവിടെ ഈ പ്രിപ്പോസിഷൻ ഇസ് ഓൺ ആൻഡ് അത് മോഡിഫൈ ചെയ്യുന്ന ഓബ്ജക്റ്റ് ആണ് റൂഫ് എന്ന് പറയുന്നത്. അപ്പൊ ഓൺ ദ റൂഫ് ഇസ് ദ പ്രിപ്പോസിഷണൽ ഫ്രേസ് ഹിയർ. She went to the store in the mall.
ഇവിടെ preposition നോക്ക് in ആണ്. ആൻഡ് object എന്ന് പറയുന്നത് mall ആണ്. അങ്ങനെയാണ് അതിന്റെ ആ ഒരു modification അവിടെ ആവുന്നത്. Yeah? Now he walked by the river with his dog. അപ്പോൾ ഇവിടുത്തെ preposition by and the object is river. He walked by the river. How did he walk? He walked by the river, along the river, by the side of the river. And the book is on the table. The book on the table belongs to me. So ഇവിടെ preposition on ആണ് and object table ആണ്. On the table is a prepositional phrase. By the river is a prepositional phrase. In the mall is a prepositional phrase out. Okay. Now, double prepositions എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനിയിപ്പോൾ അടുത്തത് നോക്കാം. ഈ ഡബിൾ പ്രിപ്പോസിഷൻസിനെ കോമ്പൗണ്ട് പ്രിപ്പോസിഷൻസ് എന്നും അറിയപ്പെടും. അപ്പൊ ഇതൊരു കോമ്പിനേഷൻ ആണ്. രണ്ടും അതിലധികം പ്രിപ്പോസിഷൻസ് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. Now, these are formed by combining a preposition with an adverb, an adjective or another preposition. ഒന്നുകിൽ ഒരു adverbുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഒരു adjectiveുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ മറ്റൊരു preposition. അതിന്റെ എക്സാമ്പിൾസ് നോക്കിയേ. According to, along with, apart from, because of, due to. So, due to the rain, I wasn't able to come to class. Now, because of something, I did something or I didn't do something. Now, apart from a pen, I also have a book. Yeah? അങ്ങനെയുള്ള സെന്റൻസസ് നമുക്ക് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ പ്രിപ്പോസിഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി in addition to, in front of, in spite of, on top of, out of, ഇതും ഒക്കെ ഡബിൾ പ്രിപ്പോസിഷൻസ് തന്നെയാണ്. Now, double prepositions can be used to create more specific and nuanced meanings in sentence. However, it's important to use them correctly. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തില്ല എങ്കിൽ അതൊരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ്. ഇൻ അഡീഷൻ ടു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഇത് ഒന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നിന്റെ കൂടെ മറ്റു ഒരു ഐറ്റവും കൂടെ വേണം എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ. ഇൻ ഫ്രണ്ട് ഓഫ്, വെൻ സംതിങ് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് സംതിങ്, അതിനാണ് ഇൻ ഫ്രണ്ട് ഓഫ്. ഡു നോട്ട് പാർക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. ഗേറ്റിന്റെ മുന്നിൽ പാർക്ക് ചെയ്യരുതെന്ന് എന്നവിടെ പറയും. Now, in spite of the warnings, in spite of എന്ന് പറയുന്നതിന് പകരം despite എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Yeah? Alright. So, now let's move on. ഇതിനകത്ത് ഇനി നമുക്ക് കുറച്ച് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. Let us see what those exceptions are. അപ്പോൾ ഇവിടെ preposition of time എന്നുള്ളതിന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. Okay, with reference to time. ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കിയേ. I have an exam on this week. I met him on that day. In each time we meet, he asks for you. She left for Bangalore in yesterday. Did you work in last week? I will meet him at tomorrow. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ആ ഒരു ടെസ്റ്റിന്റെ സമയത്ത് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തപ്പം ഉണ്ടായിരുന്ന അതേ സെന്റൻസസ് തന്നെയാണ്. അപ്പോൾ ഈ സെന്റൻസസിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിസ് വീക്ക് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ദിസ് വീക്ക്, ഈ വീക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. വി ആർ ഓൾറെഡി ഇൻ ദിസ് വീക്ക്. അതുകൊണ്ടാണ് അതിന് നമുക്ക് അവിടെ ഒരു പ്രിപ്പോസിഷൻ ആവശ്യമില്ലാത്തത്. ഐ ഹാവ് ഓൾറെഡി ഗിവൻ യു, അല്ലെ? അപ്പോൾ പ്രിപ്പോസിഷൻസ് ടുമോറോ, യെസ്റ്റർഡേ, നെക്സ്റ്റ്, ലാസ്റ്റ് എന്നൊക്കെ പറയുന്നതിന് നമുക്ക് പ്രിപ്പോസിഷൻസ് വേണ്ട എന്നുള്ളതാണ് അതിന്റെ ആ ഒരു സത്യാവസ്ഥ. Okay, so that brings us to the end of the prepositions. അപ്പോൾ ഞാനൊരു 50 ക്വസ്റ്റ്യൻസ് ഞാൻ കമന്റ് സെക്ഷനിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യു ക്യാൻ പ്രാക്ടീസ് വാട്ട് യു ഹാവ് ലേൺ ജസ്റ്റ്. Alright, so I would like to thank you once again and invite you to subscribe to my channel. This is Sebastian signing off and wish you a good day. Thank you.